ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ഈ ഒരു സാഹചര്യത്തിൽ ജൂൺ 3 10 മണിക്കും ജൂൺ 5 5 മണിക്കും അകത്തായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ പോയി സീറ്റുകൾ ഉറപ്പാക്കുക എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഒഫീഷ്യലി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇന്ന് ജൂൺ 3 10 മണി മുതൽ നിങ്ങൾ നിങ്ങളുടെ +1 അലോട്ട്മെന്റിന് കിട്ടിയ സ്കൂളുകളിൽ പോയി അവിടുത്തെ ആ ഒരു രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഏതെല്ലാം പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും കൃത്യമായി അറിയില്ല. അപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുവാനായി നിങ്ങൾ ആദ്യമായി ചെല്ലുമ്പോൾ എന്തൊക്കെ രേഖകൾ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന വ്യക്തമായ വിവരം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വാർത്തകൾക്കുമായി ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. ആദ്യമേ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു 2 പേജുള്ള ആ ഒരു അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ എല്ലാ കോളങ്ങളും നിങ്ങൾ ഫിൽ ചെയ്തിരിക്കണം. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുവാനുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ എല്ലാം വച്ചതിന് ശേഷം മാത്രം ആ ഒരു അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ കൈ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അതിന്റെ ഒരു കോപ്പിയും എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. മൂന്നാമതായി പറയുന്നത്, ഒന്നുകിൽ നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് ഇത് അവിടെ സബ്മിറ്റ് ആക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ 10ാം ക്ലാസ് പാസ് ഔട്ട് ആയ സ്കൂളിൽ നിന്ന് ലഭിച്ച ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് CC ഇത് രണ്ടിന്റെയും ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ, TCയുടെയും കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനൽ ഡോക്യുമെന്റ്സ് +1 അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ ഹാജരാക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബോണസ് പോയിന്റ്, അതായത് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, രാജ്യ പുരസ്കാർ, രാഷ്ട്രപതി തുടങ്ങിയ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ബോണസ് പോയിന്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ആ ഒരു സ്കൂളിൽ ഹാജരാക്കേണ്ടി വരും. ഇതെല്ലാത്തിന്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് വയ്ക്കേണ്ടത്. പിന്നെ ലിറ്റിൽ കൈറ്റ്സിലെ മെമ്പറാണ്, അതിൽ A ഗ്രേഡ് ലഭിച്ച ഒരു മെമ്പർ ആണെങ്കിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ A ഗ്രേഡ് ലഭിച്ച ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ ഹാജരാക്കാം. പിന്നെ JRC തുടങ്ങിയ വിവിധ ക്ലബ്ബുകളിൽ അംഗമാണെങ്കിൽ അതിന്റെ അംഗത്വം സൂചിപ്പിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. പിന്നെ പറയുന്നത്, NMMS, USS, LSS തുടങ്ങിയ ഏതെങ്കിലും മത്സര പരീക്ഷകൾ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അത് സ്കൂളിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അവിടെ ഹാജരാക്കണം. പിന്നെ മെയിൻലി വേണ്ട നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പിയാണ്. പിന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സൂചിപ്പിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇവിടെ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റകളാണ് അല്ലെങ്കിൽ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ +1 അലോട്ട്മെന്റ് കഴിഞ്ഞ് ഇനി ഒരു അഡ്മിഷൻ പ്രോസസ്സിനായി നിങ്ങൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഹാജരാക്കാനുള്ളത്. ഇനിയും അലോട്ട്മെന്റുകൾ വരാനുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ മാറണമെങ്കിലുള്ള ചാൻസ് ഉണ്ട്. ആദ്യ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകൾ തന്നെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴേ പോയി ഒരു അഡ്മിഷൻ കൺഫേം ആക്കി വയ്ക്കാം. അവസാന ഡേറ്റ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂൺ 5 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടാണ്. മിക്ക വിദ്യാർത്ഥികളും ഇന്ന് തന്നെ പോകുവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡോക്യുമെന്റ്സും അതിന്റെ കോപ്പികളും നിങ്ങൾ കയ്യിൽ വെക്കുക. മെയിൻലി ആധാറിന്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെയും കോപ്പിയാണ് അവിടെ കൊടുക്കേണ്ടത്. ബാക്കി എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കൂളുകളിൽ വാങ്ങിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കുക. ഫീസോ കാര്യങ്ങളും ബാക്കി ഫീസിന്റെ കാര്യങ്ങളും എല്ലാം ഓരോ സ്കൂളുകാരുടെയും അവിടുത്തെ PTA ഫണ്ട്, ബാക്കി ഫീസിന്റെ കാര്യങ്ങൾ അതത് സ്കൂളുകൾ ഡിഫറെന്റ് ആയിരിക്കും. അത് സ്കൂളുകാർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. ഒരു പ്രത്യേകതരം ഫീസ് എന്ന രീതിയിൽ ഫീസ് വാങ്ങുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു അധ്യയന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.